അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാം വളരെ ആവേശത്തോടെയാണ് തുടങ്ങുന്നതല്ലേ? പുതിയ നോട്ട്ബുക്ക്, പുതിയ നിശ്ചയങ്ങൾ, ഈ റമദാൻ ഞാൻ മാറും എന്ന വാക്കുകൾ. പക്ഷെ നമുക്ക് സത്യമായി പറയാം, കഴിഞ്ഞ വർഷം പറഞ്ഞതും ഇതേയല്ലേ? അതിനാലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റമദാൻ്റെ ആദ്യ 10 ദിവസങ്ങളെക്കുറിച്ച്. ഇവ റഹ്മത്തിൻ്റെ ദിവസങ്ങളാണ്. അള്ളാഹുവിൻ്റെ കരുണ കൂടുതൽ തുറന്നിരിക്കുന്ന ദിവസങ്ങൾ. റഹ്മത്ത്, നമുക്ക് അത്രയും ആവശ്യമുള്ളത് റഹ്മത്ത് എന്നതൊരു സാധാരണ കരുണയല്ല. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്. ചില നമസ്കാരങ്ങൾ നഷ്ടമാകാറുണ്ട്. ചില ദിവസങ്ങളിൽ ദുആ പോലും പറയാൻ മനസ്സില്ലാതിരിക്കും. പക്ഷേ റമളാന്റെ ആദ്യ 10 ദിവസങ്ങൾ നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീ തിരിച്ചു വരൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അള്ളാഹുവിൻ്റെ കരുണ നമ്മളെ കാത്തിരിക്കുകയാണ്. ആദ്യ 10 ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം? സത്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക. നമസ്കാരം ശ്രദ്ധയോടെ ചെയ്യുക. ദിവസവും കുറച്ച് ഖുർആൻ വായിക്കുക. ഇഫ്താറിന് മുൻപ് 5 മിനിറ്റ് ദുആ പറയുക. ഒരാളെയെങ്കിലും ക്ഷമിക്കുക. ഇവ ചെറുതായി തോന്നാം, പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് ഇവ വളരെ വലിയതാണ്. നമ്മൾ ചെയ്യുന്ന സാധാരണ പിഴവ്, റമളാൻ തുടങ്ങുമ്പോൾ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കും. ഒരു ദിവസം 5 ജുസ് വായിക്കണം, രാത്രി മുഴുവൻ നമസ്കാരം, എല്ലാം പൂർണ്ണമായി. പക്ഷേ 4 മുതൽ 5 വരെ ദിവസങ്ങൾക്ക് ശേഷം ക്ഷീണം. അതുകൊണ്ട് ഈ ആദ്യ 10 ദിവസങ്ങൾ പെർഫെക്റ്റ് ആകാനല്ല, കൺസിസ്റ്റന്റ് ആകാനാണ്. കരുണ നേടാൻ എളുപ്പമാർഗം സത്യമായ തൗബ. യാ അല്ലാഹ്, ഞാൻ വീണ്ടും ശ്രമിക്കുന്നു. മറ്റുള്ളവരെ ക്ഷമിക്കുക. നമ്മൾ കരുണ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളും കരുണ കാണിക്കണം. ഹൃദയം തുറന്ന് ദുആ ചെയ്യുക. അല്ലാഹ് അടുത്താണ്, അവൻ നമ്മളെ കേൾക്കുന്നു. ഹൃദയത്തിൻ്റെ മാറ്റം. റമളാൻ ഒരു ഭക്ഷണ നിയന്ത്രണം മാത്രമല്ല, ഇതൊരു ഹൃദയ ശുദ്ധീകരണം. ഈ 10 ദിവസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഇനിയും മാറാം, നമ്മൾ ഇനിയും നല്ലവരാകാം, നമ്മൾ ഇനിയും അള്ളാഹുവിനടുത്താകാം. പഴയ പാപങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല. റഹ്മത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ സ്വയം ചോദിക്കൂ, എൻ്റെ നമസ്കാരം കൂടുതൽ ശ്രദ്ധയോടെയാണോ? എൻ്റെ ദുആ സത്യമായോ? എൻ്റെ ഹൃദയം കുറച്ച് മൃദുവായോ? റമളാൻ നമ്മെ മാറ്റാൻ വന്നതാണ്. പക്ഷേ മാറ്റം നാം തീരുമാനിക്കണം. ഈ ആദ്യ 10 ദിവസങ്ങൾ കളയരുത്. റഹ്മത്തിൻ്റെ ദിവസങ്ങൾ അവസാനിക്കുമ്പോൾ നമുക്ക് കരുണ ലഭിച്ചവരായി മാറാം. അള്ളാഹ് നമ്മെ തൻ്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.